കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ദീർഘകാലമായുള്ള വലിയൊരു ആവശ്യമായിരുന്നു സമഗ്രമായ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. ആ സ്വപ്നത്തിന്റെ കരുത്തുറ്റ രണ്ടാം ഘട്ടത്തിലേക്കാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ചുവടുവെക്കുന്നത്. കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന സർക്കാർ ജീവനക്കാർ, പെൻഷൻകാർ, അവരുടെ കുടുംബാംഗങ്ങൾ എന്നിവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ വിപ്ലവകരമായ പദ്ധതിയാണ് മെഡിസെപ്പ്. പദ്ധതിയുടെ ഒന്നാം ഘട്ടം നൽകിയ അനുഭവ പാഠങ്ങൾ ഉൾക്കൊണ്ടും കൂടുതൽ ആനുകൂല്യങ്ങൾ ഉൾപ്പെടുത്തിയുമാണ് രണ്ടാം ഘട്ടം ഫെബ്രുവരി 1-ാം തീയതി മുതൽ ആരംഭിക്കുന്നത്. ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പ്രഖ്യാപിച്ച ഈ പുതുക്കിയ പദ്ധതി ആരോഗ്യ ഇൻഷുറൻസ് മേഖലയിൽ വലിയൊരു നാഴികക്കല്ലാണ്. കേരളത്തിലെ സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായി എല്ലാവരെയും ഈ പദ്ധതിയുടെ പരിധിയിൽ കൊണ്ടുവരാൻ സർക്കാർ ശ്രമിച്ചിട്ടുമുണ്ട്. നിലവിൽ സേവനത്തിലുള്ള എല്ലാ ജീവനക്കാരും ഇതിൽ ഉൾപ്പെടുന്നു. സർവീസ് പെൻഷൻകാർക്കും കുടുംബ പെൻഷൻകാർക്കും പദ്ധതിയുടെ ഗുണഫലം ലഭിക്കും. മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പഞ്ചായത്ത് ജീവനക്കാരും പെൻഷൻകാരും, കേരളത്തിലെ വിവിധ സർവകലാശാലകളിലെ ജീവനക്കാരും പെൻഷൻകാരും, ഗുണഭോക്താക്കളുടെ പങ്കാളി, മാതാപിതാക്കൾ, കുട്ടികൾ എന്നിവർക്കും പരിരക്ഷ ലഭിക്കും. ഏകദേശം 30 ലക്ഷത്തോളം വരുന്ന ജനതയ്ക്ക് ഈ പദ്ധതി നേരിട്ട് പ്രയോജനം ചെയ്യുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. രണ്ടാം ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ഇൻഷുറൻസ് തുകയിൽ വരുത്തിയ വർധനവാണ്. ഒന്നാം ഘട്ടത്തിൽ പ്രതിവർഷം 3 ലക്ഷം രൂപയായിരുന്ന അടിസ്ഥാന പരിരക്ഷ രണ്ടാം ഘട്ടത്തിൽ 5 ലക്ഷം രൂപയായി ഉയർത്തി. ഇതോടെ ഗുരുതരമായ രോഗങ്ങൾക്കും ശസ്ത്രക്രിയകൾക്കും മതിയായ സാമ്പത്തിക പിന്തുണ ഉറപ്പാക്കാൻ സാധിക്കും. പ്രതിമാസം 687 രൂപയാണ് പ്രീമിയം ഇനത്തിൽ ഈടാക്കുന്നത്. പ്രതിവർഷം 8244 രൂപ മാത്രം നൽകിക്കൊണ്ട് 5 ലക്ഷം രൂപയുടെ പരിരക്ഷ ലഭിക്കുന്നു എന്നത് സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ നിരക്കാണ്. ഇൻഷുറൻസ് മേഖലയിൽ ഏറ്റവും വലിയ വെല്ലുവിളിയായ പ്രായപരിധി മെഡിസെപ്പിന് ബാധകമല്ല. ഏത് പ്രായത്തിലും പെൻഷൻകാർക്കും ഒരേ ആനുകൂല്യങ്ങൾ ലഭിക്കും. ദേശീയാടിസ്ഥാനത്തിൽ അംഗീകരിക്കപ്പെട്ട ഹെൽത്ത് ബെനിഫിറ്റ് പാക്കേജ് 2022 അനുസരിച്ചുള്ള പരിഷ്കരണങ്ങളാണ് രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ 1920 പാക്കേജുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ 2516 പാക്കേജുകളായി വർദ്ധിപ്പിച്ചു. ഇതോടെ ഏകദേശം എല്ലാ പ്രമുഖ ചികിത്സാ രീതികളും പദ്ധതിയുടെ ഭാഗമായി. ഒരേ സമയം മെഡിക്കൽ ചികിത്സയും ശസ്ത്രക്രിയയും ആവശ്യമായി വരുന്ന സാഹചര്യങ്ങളിൽ ഗുണഭോക്താക്കൾക്ക് തടസ്സമില്ലാതെ ആനുകൂല്യം ലഭിക്കുന്ന വിധം പദ്ധതി പരിഷ്കരിച്ചു. അടിസ്ഥാന നിരക്കിന് പുറമെ വില കൂടിയ മരുന്നുകൾക്കും പരിശോധനകൾക്കും പ്രത്യേക തുക നിശ്ചയിച്ചിട്ടുണ്ട്. ഇത് രോഗികൾക്ക് അധിക സാമ്പത്തിക ബാധ്യത ഒഴിവാക്കാൻ സഹായിക്കും. ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിക്കാണ് പദ്ധതിയുടെ നിർവഹണ ചുമതല. കൂടുതൽ ആശുപത്രികളെ പദ്ധതിയുടെ ഭാഗമാക്കാൻ സർക്കാർ പ്രത്യേക ശ്രദ്ധ നൽകിയിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രികൾ ദിവസേന 5000 രൂപ വരെയും സർക്കാർ പേവാർഡുകളിൽ 2000 രൂപ വരെയും മുറിവാടക നിശ്ചയിച്ചു. എംപാനൽ ചെയ്യപ്പെട്ട ആശുപത്രികളിലെ ചില പ്രത്യേക വിഭാഗങ്ങൾ മാത്രം പദ്ധതിയിൽ ഉൾപ്പെടുക എന്ന പോരായ്മ പരിഹരിക്കാൻ ആശുപത്രിയിൽ ലഭ്യമായ എല്ലാ ചികിത്സാ വിഭാഗങ്ങളെയും പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ വ്യവസ്ഥ ചെയ്തു. ഡയാലിസിസ്, കീമോതെറാപ്പി തുടങ്ങിയ ദീർഘകാല ചികിത്സകൾ ആവശ്യമായവർക്ക് പോർട്ടലിൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ മതിയാകും. ഇത് ഓരോ തവണയും ക്ലിയറൻസ് എടുക്കാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കും. എംപാനൽ ചെയ്തിട്ടില്ലാത്ത ആശുപത്രികളിൽ ചികിത്സ തേടേണ്ടി വരുന്ന അടിയന്തര സാഹചര്യങ്ങളിലും മെഡിസെപ്പ് തുണയാകും. റോഡ് അപകടങ്ങൾ, ഹൃദയാഘാതം, പക്ഷാഘാതം എന്നിവ സംഭവിക്കുമ്പോൾ ഏറ്റവും അടുത്തുള്ള ആശുപത്രിയിൽ ചികിത്സ തേടാം. ഇതിന്റെ ചിലവ് ഇൻഷുറൻസ് കമ്പനി റീഇംബേഴ്സ്മെന്റ് വഴി തിരികെ നൽകും. 10 അധിക അടിയന്തര ചികിത്സകൾ കൂടി ഈ പട്ടികയിൽ പുതുതായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുമ്പ് സർക്കാർ ആശുപത്രികളിൽ മാത്രം പരിമിതപ്പെടുത്തിയിരുന്ന പല ചികിത്സകളും ഇനി സ്വകാര്യ മേഖലയിലേക്കും വ്യാപിപ്പിച്ചു. മുട്ട് മാറ്റിവെക്കൽ, ഇടുപ്പില് മാറ്റിവെക്കൽ എന്നിവ ഇനി എംപാനൽ ചെയ്ത സ്വകാര്യ ആശുപത്രികളിലും ലഭ്യമാകും. ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട്, ജിപ്മർ എന്നീ സ്ഥാപനങ്ങൾ പദ്ധതിയുമായി കരാറിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിലും അവിടെ ചികിത്സ തേടുന്നവർക്ക് മെഡിസെപ്പ് നിരക്കിൽ പണം തിരികെ ലഭിക്കാനുള്ള വ്യവസ്ഥ രണ്ടാം ഘട്ടത്തിലുണ്ട്. ഹൃദയം, വൃക്ക, കരൾ തുടങ്ങിയവ മാറ്റിവെക്കുന്ന അതീവ ഗുരുതര ശസ്ത്രക്രിയകൾക്കായി 40 കോടി രൂപയുടെ പ്രത്യേക ഫണ്ടും നീക്കിവെച്ചിട്ടുണ്ട്. പദ്ധതിയുടെ നടത്തിപ്പിൽ ഉണ്ടായേക്കാവുന്ന പോരായ്മകൾ പരിഹരിക്കാൻ ത്രിതല സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും പരാതി പരിഹാര സമിതികൾ പ്രവർത്തിക്കും. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷൻ എന്നിവരുടെ പ്രതിനിധികളെ കൂടി സമിതിയിൽ ഉൾപ്പെടുത്തിയത് ആശുപത്രികളും ഇൻഷുറൻസ് കമ്പനികളും തമ്മിലുള്ള തർക്കങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കോൾ സെന്റർ സേവനവും ലഭ്യമാണ്. പദ്ധതിയുടെ തുടർച്ച ഉറപ്പാക്കാൻ ഓരോ വർഷവും പാക്കേജ് നിരക്കിൽ 5% വർധനവ് അനുവദിക്കാൻ ധാരണയായിട്ടുണ്ട്. ഇത് ആശുപത്രികൾക്ക് പദ്ധതിയുമായി സഹകരിക്കാൻ കൂടുതൽ താല്പര്യം നൽകും. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ജീവിത നിലവാരവും സുരക്ഷിതത്വവും വർദ്ധിപ്പിക്കുന്നതിൽ മെഡിസെപ്പ് വലിയൊരു പങ്കാണ് വഹിക്കുന്നത്. ശമ്പളത്തിൽ നിന്നും ചെറിയൊരു തുക മാറ്റിവെക്കുന്നതിലൂടെ ലക്ഷക്കണക്കിന് രൂപയുടെ ചികിത്സാ സഹായം ഉറപ്പാക്കുന്നത് സാധാരണക്കാരായ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വലിയ ആശ്വാസമാണ്. ആധുനിക ചികിത്സാ പാക്കേജുകളും അടിയന്തര സാഹചര്യങ്ങളിലെ പരിരക്ഷയും കൂടി ചേരുന്നതോടെ മെഡിസെപ്പ് രണ്ടാം ഘട്ടം ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഇൻഷുറൻസ് പദ്ധതികളിൽ ഒന്നായി മാറും. സർക്കാരിന്റെ ഈ തീരുമാനം ആരോഗ്യരംഗത്ത് കേരളം കൈവരിച്ച നേട്ടങ്ങൾക്ക് പുതിയൊരു കരുത്ത് പകരുകയാണ്. വരും ദിവസങ്ങളിൽ മെഡിസെപ്പ് വെബ്സൈറ്റുകളിൽ കൂടുതൽ ആശുപത്രികളുടെ വിവരങ്ങളും പാക്കേജ് വിശദാംശങ്ങളും ലഭ്യമാകുന്നതോടെ ഗുണഭോക്താക്കൾക്ക് തങ്ങളുടെ ചികിത്സ കൂടുതൽ കൃത്യമായി പ്ലാൻ ചെയ്യാൻ സാധിക്കും.